ജപ്പാൻകാരെ, നിങ്ങൾ ഇലോൺ മസ്കിനെ കണ്ടു പഠിക്കണം. 4 പങ്കാളികളിലായിട്ട് 14 കുട്ടികളുടെ അച്ഛനാണ് ഇലോൺ മസ്ക്. ജനസംഖ്യ കുറയരുത് എന്ന വാശിയാണ് ഇലോൺ മസ്കിനുള്ളത്. എന്നാൽ നിങ്ങൾക്കോ? ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ജപ്പാൻ എന്ന രാജ്യം പോലും അധിക നാൾ കാണില്ല. മനുഷ്യരുടെ എണ്ണം കുറയുന്നത് റോബോട്ട്സിനെ വെച്ച് മറയ്ക്കാനാണ് ജപ്പാൻ ശ്രമിക്കുന്നതെങ്കിലും അത് വിജയം കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണ് ജപ്പാനിലെ ഇപ്പോഴത്തെ പ്രശ്നം? നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുറവാണ് കുട്ടികളുടെ എണ്ണത്തിൽ ഇപ്പോൾ ജപ്പാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 125 വർഷങ്ങൾക്ക് മുൻപാണ് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷമായി ഇത്തരമൊരു സാഹചര്യം തടയാനുള്ള ശ്രമത്തിലായിരുന്നു ജപ്പാൻ അധികൃതരെങ്കിലും ഒന്നും തന്നെ ഫലവത്തായില്ല എന്നാണ് നിലവിലെ കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നാൽ 2720 ജനുവരിയിൽ, അതായത് 695 വർഷങ്ങൾക്കു ശേഷം ജപ്പാനിലെ കുട്ടികളുടെ എണ്ണം 1 എത്തും എന്നാണ് ഫസ്റ്റ് പോസ്റ്റ് പറയുന്നത്. ജപ്പാൻ അവരുടെ ജനസംഖ്യാ കണക്കുകൾ ഈ അടുത്ത് പുറത്തുവിട്ടതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം ലോകം അറിയുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ജപ്പാൻ പെട്ടെന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമാകാനുള്ള സാധ്യതയും ഇതിനു കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ജനസംഖ്യാ ശാസ്ത്ര വിദഗ്ധരും നൽകുന്നത്. അതായത് നമുക്കറിയുന്ന കാര്യമാണ്, ജപ്പാൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് വികസിച്ച ഒരു രാജ്യമാണ്. നമുക്ക് അറിയാവുന്നതാണ്, 2ാം ലോക മഹായുദ്ധത്തിൽ വലിയൊരു പ്രതിസന്ധി ജപ്പാന് നേരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അതിൽ നിന്നും ഉയർന്നു വന്ന ഒരു ജനതയാണ് ജപ്പാന്. ജപ്പാന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024 വിദേശ പൗരന്മാരുൾപ്പെടെ 7,20,988 കുഞ്ഞുങ്ങൾ മാത്രമേ രാജ്യത്തുണ്ടായിട്ടുള്ളൂ. 2023 ഇത് 7,58,631 ആയിരുന്നു കണക്ക്. ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിയാൽ 2024 ഇന്ത്യയിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം 2 കോടിയിലധികമാണ്. 1899 സർക്കാർ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇത്. 2024 രാജ്യത്ത് 16,18,684 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. മുൻ വർഷത്തേക്കാൾ 1.8% വർധനമാണ് ഇത്. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും അതേസമയം മരണനിരക്ക് ഉയരുകയും ചെയ്യുന്നത് ജപ്പാന്റെ ജനസംഖ്യയെ തന്നെ ആടി ഇളക്കിയിട്ടുണ്ട്. വലിയ കുറവാണ് രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഓരോ പുതിയ കുഞ്ഞ് ജനിക്കുമ്പോഴും 2 പേർ മരിക്കുന്നു എന്നാണ് ഇതിന്റെ അനുപാതം. ജനന നിരക്ക് കുറയുന്ന പ്രവണത രാജ്യത്തുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. പക്ഷേ 2008 ജപ്പാൻ 128.1 ദശലക്ഷം എന്ന ഏറ്റവും ഉയർന്ന ജനസംഖ്യയിൽ എത്തിയതായിരുന്നു. പക്ഷേ അതിനുശേഷം തുടർച്ചയായി ജനസംഖ്യ കുത്തനെ ഇടിഞ്ഞു. ജപ്പാനിൽ ജനന നിരക്ക് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ജപ്പാനിലെ ജനന നിരക്കിലുണ്ടായ ഇടിവിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയും. ജപ്പാൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തകുമി ഫുജിനാമി രാജ്യത്ത് വിവാഹങ്ങൾ കുറവാണെന്നും ഇതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ലെന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജപ്പാനിൽ ഓരോ 100 കുഞ്ഞുങ്ങളിലും വിവാഹത്തിന് പുറത്താണ് ജനിക്കുന്നത് അത്രേ. കഴിഞ്ഞ വർഷം ജപ്പാനിൽ വിവാഹ നിരക്ക് വർദ്ധിച്ചിരുന്നു. മുൻ വർഷത്തേക്കാൾ 2.2% വർധനവുണ്ടായിരുന്നത്. എന്നാൽ 2020 രാജ്യത്ത് 12.7% ഇടിവ് അനുഭവപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രത്യാഘാതത്തെ ഇവിടെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ജാപ്പനീസ് വിവാഹത്തോട് വിമുഖത കാണിക്കുന്നത് എന്ന കാര്യം നോക്കാം. സ്ഥിരമായി ജോലിയില്ലാത്ത പുരുഷന്മാരെ അഭികാമ്യമായ വിവാഹ പങ്കാളികളായി കണക്കാക്കാനാകില്ലെന്നാണ് ജപ്പാനിലെ പല സ്ത്രീകളും പറയുന്നത്. ജാപ്പനീസ് തൊഴിൽ രീതികളുടെ സാമൂഹിക സ്വാധീനത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഓക്സ്ഫോർഡ് ഇന്റർനെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എത്തിക്സ് ഇൻ എക്കത്തിക്സിലെയും അസോസിയേറ്റ് പ്രൊഫസറായ എക്കറൈറ്റ്സിന്റെ ഹെങ്കോട്ട് ന്യൂസ് വീക്കിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ജപ്പാനിലെ പരമ്പരാഗത പുരുഷ വരുമാന പ്രതീക്ഷകൾ അസ്തമിച്ചതോടെ വീണ്ടും പ്രതിസന്ധികൾ എത്തുകയാണ്. കുറഞ്ഞ ശമ്പളമുള്ള പുരുഷന്മാർക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമുള്ള അവസരവും ഇല്ലാതാകുന്നു. വരുമാനം കുറഞ്ഞ പുരുഷനോടൊപ്പം ജീവിതം പങ്കിടാൻ സ്ത്രീകൾ തയ്യാറല്ലെന്ന് കട്ടായം പറയുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല, ഒരു വികസിത രാജ്യമായിരുന്നിട്ടും യുവജനങ്ങൾക്ക് നല്ല തൊഴിൽ നൽകാൻ ജപ്പാന് സാധിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കിടയിലും കുടുംബം, കുട്ടികൾ എന്ന ചിന്ത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണത്രേ. ജപ്പാൻകാരിലുള്ള അമിതമായ ജോലി താല്പര്യവും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന നടപടിയിലേക്കാണ് ദമ്പതികളെ കൊണ്ടെത്തിക്കുന്നത്. ജപ്പാൻ തങ്ങളുടെ ജനസംഖ്യ കുറയുന്നത് തടയാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജപ്പാനിലെ ജനസംഖ്യ കുറയുന്നത് അവിടുത്തെ അധികാരികൾ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. 2023 അന്നത്തെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡയും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമൂഹമായി നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളെയും വളർത്തുന്നതിനെക്കുറിച്ചുള്ള നയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാത്തിരിക്കാൻ കഴിയാത്തതും മാറ്റിവെക്കാൻ കഴിയാത്തതുമായ ഒരു പ്രധാന വിഷയമാണെന്നും അദ്ദേഹം പറയുന്നു.
ജാപ്പനീസ് ജനതയെ വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുമുണ്ട്. ടോക്കിയോ മെട്രോപൊളിറ്റൻ ഗവൺമെന്റിന്റെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നടത്തുന്ന ഡേറ്റിംഗ് ആപ്പ് അത്തരമൊരു സംരംഭത്തിന് ഉദാഹരണമാണ്. ഈ നീക്കം ടെക് ഭീമനും സ്പേസ് എക്സ്, ടെസ്ല എക്സ് എന്നിവയുടെ ഉടമയുമായ ഇലോൺ മസ്കിന്റെ പോലും ശ്രദ്ധ പിടിച്ചുപറ്റി. ജപ്പാൻ സർക്കാർ ഈ കാര്യത്തിന് പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സമൂലമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജപ്പാൻ ഉടനെ അപ്രത്യക്ഷമാകുമെന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ 3.6 ട്രില്യൺ യെൻ മുടക്കി ചൈൽഡ് കെയർ പോളിസി പാക്കേജിനും നേതൃത്വം നൽകുന്നുണ്ട്. ഇവിടെയാണ് ജപ്പാൻകാർ ശതകോടീശ്വരനായ ഇലോൺ മസ്കിനെ മനസ്സിലാക്കേണ്ടത്. ജനസംഖ്യ കുറയരുതെന്ന് അത്രയും നിർബന്ധമുള്ള വ്യക്തിത്വമാണ് ഇലോൺ മസ്ക്. അതിനെ സാധൂകരിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് 14ാമത്തെ കുട്ടി പിറന്നു എന്നതായിരുന്നു ആ വാർത്ത. മസ്കിന്റെ പങ്കാളിയും ന്യൂറോലിങ്ക് എക്സിക്യൂട്ടീവുമായ ഷിവോൺ സിലസ് ആണ് കുട്ടിക്ക് ജന്മം നൽകിയത്. മസ്കും ഇക്കാര്യം എക്സിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു. സെൽഡൻ ലെക്കർഗസ് എന്നാണ് കുട്ടിക്ക് അവർ പേര് നൽകിയിരിക്കുന്നത്. മസ്കിന് ഷിവോൺ സിലസുമായുള്ള ബന്ധത്തിൽ സെൽഡനെ കൂടാതെ 3 കുട്ടികൾ വേറെയുമുണ്ട്. ഇരുവർക്കും 2024 ജനിച്ച ആർക്കേഡിയയുടെ പിറന്നാൾ ദിവസം തന്നെ 4ാമത്തെ കുട്ടി ജനിച്ചതിന്റെ സന്തോഷവും ഷിവോൺ അറിയിച്ചു. മസ്കിന് 3 പങ്കാളികളിലായി 12 മക്കളുണ്ട്. അടുത്തിടെ തന്റെ കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കുമായി ടെക്സസിൽ 295 കോടി രൂപ വിലമതിക്കുന്ന ആഡംബര ബംഗ്ലാവ് മസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജപ്പാനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ജപ്പാന്റെ ജനനനിരക്ക് കുറഞ്ഞു തുടങ്ങുമ്പോൾ രാജ്യത്തെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുണ്ടല്ലോ. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 1. ജനസംഖ്യാ കുറവാണ്. ജപ്പാനിൽ ജനനനിരക്ക് കുറയുന്നതിന്റെ ഏറ്റവും ഉടനടി ദൃശ്യമാകുന്ന ഫലം ജനസംഖ്യയുടെ വളർച്ചയുടെ കുറവ് തന്നെയാണ്. അതായത് ആളുകളുടെ എണ്ണം കുറയുക. നിരവധി പതിറ്റാണ്ടുകളായി ജപ്പാനിലെ ഫെർട്ടിലിറ്റി നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 കുട്ടികൾ എന്ന നിരക്കിൽ സ്ഥിരമായി തുടരുന്നുണ്ടായിരുന്നു. ജപ്പാനിലെ ജനസംഖ്യ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അതായത് അവിടെ കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, അതായത് യുവത്വം ഇല്ലാതാവുകയും വാർദ്ധക്യമുള്ള ഒരു ജനതയും ജപ്പാനിൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഇത്. വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രായമായ ആളുകളുടെ ആനുപാതങ്ങളിലൊന്നാണ് ജപ്പാനുള്ളത്. രണ്ടാമത്തത് സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. ജനന നിരക്ക് കുറയുന്നത് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. തൊഴിൽ ശക്തി കുറയുന്നത് അർത്ഥമാക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യാൻ ലഭ്യമായ ആളുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ്. ഇത് ഉൽപാദനക്ഷമത കുറയുന്നതിനും കാരണമാകും. പുതിയ കുടുംബങ്ങളുടെയും യുവാക്കളുടെയും വിപണി കുറയുന്നതിനാൽ വിദ്യാഭ്യാസം, ശിശു സംരക്ഷണം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലെ ബിസിനസ്സുകളും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത്. മൂന്നാമത്തത് ലേബർ ഷോർട്ടേജ് ആണ്. അതായത് തൊഴിൽ രംഗത്ത് ആളുകളുടെ എണ്ണം കുറയുകയാണ്. ജപ്പാന്റെ തൊഴിൽ ശക്തിയും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് രാജ്യത്തെ ഉൽപാദനം പോലുള്ള വ്യവസായങ്ങളിൽ ഓട്ടോമേഷനെയും സാങ്കേതിക വിദ്യയെയും ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് റോബോട്ട്സിനെയാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് എന്ന്. എന്നിരുന്നാലും മനുഷ്യ തൊഴിലാളികളെ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കാൻ ഓട്ടോമേഷന് സാധിക്കില്ലല്ലോ. പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലൊക്കെ വ്യക്തിപരമായ ഇടപെടൽ അത്യാവശ്യമാണ്. അങ്ങനത്തെ മേഖലകളിൽ കുടിയേറ്റ പരിഷ്കരണത്തിനായി ജപ്പാൻ ചെറിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ജപ്പാനിലേക്ക് കുറേ ആളുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ടെങ്കിലും വിദേശ തൊഴിലാളികൾക്ക് അതിർത്തികൾ തുറക്കുന്നതിൽ രാജ്യം പരമ്പരാഗതമായി ഒരു ജാഗ്രത പാലിക്കുന്നുണ്ട്. തൽഫലമായി ജപ്പാൻ കടുത്ത തൊഴിലാളി ക്ഷാമം നേരിടുന്നു എന്നതാണ് സത്യം. 4. സാമൂഹിക പ്രത്യാഘാതങ്ങളാണ്. ജപ്പാന്റെ സാമൂഹിക ഘടനയെയും വാർദ്ധക്യം ബാധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുടുംബ പിന്തുണ നൽകാൻ ആവശ്യത്തിന് യുവാക്കൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല പ്രായമായ ആളുകളും ഏകാന്തതയും അതുപോലെ തന്നെ പരിചരണത്തിന്റെ അഭാവവും നേരിടുന്നവരാണ്. ഇത് വയോജന പരിചരണ സേവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും. ഇത് ആരോഗ്യ സംവിധാനത്തിൽ കൂടുതൽ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. കൂടാതെ വിവാഹിതരാകുകയോ കുട്ടികൾ ഉണ്ടാകുകയോ ചെയ്യുന്ന യുവാക്കൾ കുറയുന്നതിനാൽ ജപ്പാന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളും മൂല്യങ്ങളും നിലനിർത്തുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തായാലും മനുഷ്യരുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ റോബോട്ട് യുഗത്തിലേക്ക് മാറ്റിപ്പിടിക്കാൻ ജപ്പാൻ തയ്യാറാണെന്നും അവിടെ നിന്നും വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നുണ്ട്. രോഗികളെ ശുശ്രൂഷിക്കാൻ പോലും റോബോട്ടുകളെ നിർമ്മിച്ചിരിക്കുകയാണ് ജപ്പാൻ. നിലവിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന നിലയിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് രോഗികളെയോ പ്രായമായവരെയോ ഒക്കെ കിടക്കുന്നതിന് നിന്നും മാറ്റി കിടത്തുക, അവരുടെ വസ്ത്രങ്ങൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് മെഡിക്കൽ റോബോട്ടുകൾക്ക് ചെയ്യാൻ കഴിയുക. ടോക്കിയോയിലെ വസേഡ യൂണിവേഴ്സിറ്റിയിലാണ് എറേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന 50,000 പൗണ്ട് വിലയും 150 കിലോയുമുള്ള റോബോട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ജപ്പാന്റെ ഒരു ഭാവി എന്ന് പറയുന്നത്? കുട്ടികൾ ഇല്ലാതാവുക, അതായത് ജനന നിരക്ക് കുറയുന്നത് കൊണ്ട് തന്നെ ജപ്പാൻ വലിയ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു രാജ്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമേരിക്കയെ പോലെ തന്നെ വലിയ വികസിതമായ ഒരു രാജ്യമാണ് ജപ്പാൻ. ഒരുപാട് ലോകരാജ്യങ്ങൾക്ക് കണ്ടു പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തിനോട് കാണിച്ചു കൊടുത്ത രാജ്യം കൂടിയാണ് ജപ്പാൻ. പക്ഷേ ആ ജപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതിലെ പ്രധാനപ്പെട്ട കാരണം വിവാഹത്തിന് തയ്യാറാവാത്ത യുവതലമുറയാണ്.
തന്നെയാണ്. അവർ കുട്ടികൾക്ക് ജന്മം നൽകാനും തയ്യാറാകുന്നില്ല. പക്ഷെ നമുക്ക് പോയിട്ട് അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ കുട്ടികൾക്ക് ജന്മം നൽകൂ എന്നത്. അതിനുള്ള പരിഹാരങ്ങൾ എന്തായാലും ജപ്പാന് കാണാൻ സാധിക്കട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.